ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ രീതിയിലുള്ള സെക്ടർ പെർഫോമൻസ് ആണ് ഈ വീക്കിൽ ഉണ്ടാകാൻ പോകുന്നതാണ്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സെക്ടർ റൊട്ടേഷൻസും കാര്യങ്ങളെല്ലാം നിഫ്റ്റി ഇമ്പാക്ട് ചെയ്യുന്നതാണ്. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. യു വാച്ചിങ് സ്റ്റോക്ക് മാർക്കറ്റ് കേരള. മേജറായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ മേജർ ന്യൂസും കാര്യങ്ങളൊക്കെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നോക്കാം. അതായത് RBIയുടെ റേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ആസ് വി എക്സ്പെക്റ്റഡ് അൺചേഞ്ച് ആയിട്ടുള്ള റേറ്റ്സും കാര്യങ്ങൾ തന്നെയാണ്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് റേറ്റ്സും കാര്യങ്ങളും. അപ്പോ കട്ടോ അങ്ങനത്തെ രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല. 5.25 എന്ന രീതിയിൽ സ്റ്റേബിളായിട്ട് നിൽക്കുക തന്നെയാണ്. എങ്ങനെയാണത് നിഫ്റ്റി എന്ന് ബാധിച്ചത് നോക്കാം. നമുക്ക് നമ്മുടെ പ്രീവിയസ് ഡേയിൽ മാർക്ക് ചെയ്ത ലെവൽസും കാര്യങ്ങളും വെച്ച് തന്നെ തുടങ്ങാം. ഇതായിരുന്നു ലാസ്റ്റ് ഡേയിൽ നമ്മൾ വരച്ച ലെവൽസും കാര്യങ്ങളും. ബട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഈ ഒരു ഏരിയയിൽ നിന്നുള്ളൊരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളാണ്. ബട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു നല്ല രീതിയിലെ ഗ്യാപ്പ് അപ്പോട് കൂടിയാണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. മേജർ റീസൺസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുന്നതിന് മുമ്പേ ഉണ്ടായിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസും കാര്യങ്ങളും, അതായത് ഈ ഒരു US മാർക്കറ്റ്സിൻ്റെ ബുള്ളിഷും കാര്യങ്ങളും, ആ ഒരു പീസ് ഡീലും കാര്യങ്ങളൊക്കെ സോർട്ടഡ് ആയതിൻ്റെ ഒരു മേജർ റീസൺസും കാര്യങ്ങളാണ് ഈ ഒരു ഗ്യാപ്പ് അപ്പ് എന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ളത്. ഫെയർ എനഫ് അത്രയും രീതിയിലുള്ളൊരു മാർക്കറ്റ് അപ്പായിട്ട് പോയിട്ടുണ്ട്. ഈ ഏരിയയിൽ നിന്ന് നമ്മൾ പറഞ്ഞു 10 ആ ഒരു ഏരിയ, അതായത് 10 AM എന്ന രീതിയിലൊരു സമയത്തൊരു ന്യൂസ് ബേസ് ആയിട്ടുള്ള രീതിയിൽ മാർക്കറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വോളട്ടൈൽ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റിലേക്കാണ് പോകുന്നത്. ഇതായിരുന്നു ഓൾമോസ്റ്റ് ആ ഒരു ഏരിയ നല്ല രീതിയിലൊരു സൈഡ് വേസ് പോലെ ആയിരുന്നു മാർക്കറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും. അതിനുശേഷം നല്ല രീതിയിൽ ഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഏരിയ പ്രീവിയസ് ഈ ഏരിയ ആണ് മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ ആയിട്ടുള്ളത്. അഗെയിൻ ഈ ഒരു ഏരിയ നമ്മൾ ലെവലിലായിട്ട് മാർക്ക് ചെയ്തത് മന്ത്ലി ഹൈൻ്റെ ഒരു ഏരിയ ആണ്. ആ ഏരിയ ആണ് ബ്രേക്ക് ആയിട്ടുള്ളത്, പ്രീവിയസ് മന്തിൻ്റെ ഹൈ. നമുക്ക് ലെവൽസിലേക്ക് പോവാം. ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ജസ്റ്റ് ഫ്രം ഫസ്റ്റ് ഇറ്റ് സെൽഫ് പ്രീവിയസ് മന്തിൻ്റെ ഹൈ ഉണ്ടോ എന്ന രീതിയിൽ തന്നെ മന്ത്ലി റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് തുടങ്ങാം. ആൻഡ് നമുക്കിനി നെക്സ്റ്റ് വീക്ക്ലി എന്ന രീതിയിലും ആ ഒരു ഏരിയയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളും നിഫ്റ്റിയിൽ ഇപ്പം കറൻ്റ് ഉണ്ട്. വീക്ക്ലി റെസിസ്റ്റൻസ് പ്രീവിയസ് വീക്കിൻ്റെ ആ ഒരു ഹൈയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയാണ്. ഇനി വരാൻ പോകുന്നത് ഡെയിലി ആയിട്ടുള്ള രീതിയിൽ ക്യാൻഡൽസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി നമുക്ക് EMAസും കാര്യങ്ങളും ഓപ്പൺ ചെയ്യാം. അഗെയിൻ EMAയുടെ ഒരു സപ്പോർട്ട്സും കാര്യങ്ങളും ഈ ഒരു ലെവൽസിലുണ്ട്. അഗെയിൻ ആ ഒരു ഏരിയയും കൂടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. കാരണം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞത് 200 EMA എന്നൊരു ഹ്യൂജ് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു EMA, അതായത് 100 EMAയുടെ ഒരു സപ്പോർട്ട്, 50 EMAയുടെ ഒരു സപ്പോർട്ട്സും കാര്യങ്ങളും ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലുണ്ട്. വീക്ക്ലി ക്യാൻഡിലാണ്. അതിൻ്റെ മുകളിലാണ് ഇപ്പോഴത്തെ വീക്ക്ലി ക്യാൻഡിൽ റൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ആ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഒരു പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് ഏരിയ എന്ന് കണക്കാം. കാരണം ആ ഒരു ഏരിയ എന്ന് പറയുന്നത് 24,400 ആ ഒരു പർട്ടിക്കുലർ ഏരിയ ആണ്. കാരണം അതിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റീസൺസും കാര്യങ്ങളുണ്ട്. വൺ ഓഫ് ദ റീസൺസ് പറയുന്നത് നമ്മൾ എപ്പോഴും നോക്കുന്ന ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന രീതിയിൽ നോക്കുമ്പോൾ സ്ട്രൈക്ക് പ്രൈസ് വൈസ് ആണ് നോക്കാറ്. ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസും കാര്യങ്ങളും, അതായത് 340 ആ ഒരു ഏരിയ സമയത്ത് മാർക്കറ്റിലൊരു നല്ല രീതിയിലൊരു ബുള്ളിഷ് ഒരു ബെയറിഷ് ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്യുന്നത്. 5 മിനിറ്റ്സിൽ തന്നെ ഓൾമോസ്റ്റ് 200 പോയിൻറ്റ്സോളം അപ്പുള്ള രീതിയിലാണ് ഒരു ക്ലോസിംഗ് പ്രൈസും കാര്യങ്ങളും കാണിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് 3 ഡേയ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ്സ് ആണ് മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. എക്സാക്ട്ലി മൾട്ടിപ്പിൾ ഡേയ്സ് ആയിട്ട് ആ ഒരു സെറ്റിൽമെൻറ്റ് ഇഷ്യൂസും കാര്യങ്ങളുള്ളത് ആ ഒരു പർട്ടിക്കുലർ റീസൺ തന്നെയാണ് ഈ ഒരു 60 പോയിൻറ്റ്സോളം കാണിക്കുന്നത്. ഏതാണ് ക്ലോസിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് ഇപ്പം. നമുക്ക് തോന്നുന്നത് മേ ബി വിത്തിൻ വീക്സ് കൊണ്ട് ഈ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ സോർട്ടഡ് ആവുന്നതാണ്. ബട്ട് ലെറ്റ് സി, നമുക്കുള്ള ലെവൽസ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് തുടങ്ങാം. ഈ ഒരു ലെവൽസും കാര്യങ്ങളൊന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. നാളത്തെ ഒരു പ്രീ മാർക്കറ്റ് സെഷനിൽ തന്നെ ആ ഒരു ലെവൽസിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരാനുള്ള പ്രോബിലിറ്റിയും കാര്യങ്ങളാണ് കാണുന്നത്. ലെറ്റ് സി, നമ്മുടെ ലെവൽസും കാര്യങ്ങളും ജസ്റ്റ് ഡെയിലി ചാർട്ടിൽ തന്നെയാണ് തുടങ്ങുന്നത്. എഗെയിൻ ആ ഒരു പർട്ടിക്കുലർ സപ്പോർട്ട്സും കാര്യങ്ങളും നമ്മൾ പറഞ്ഞ പോലെ തന്നെ 24,400 എന്നൊരു ഏരിയ നല്ല രീതിയിലൊരു പുട്ട് ഓപ്ഷൻ ബേസിലുള്ള സപ്പോർട്ട് ഉള്ളത് കൊണ്ട് അവിടെ നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് എന്നാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് വരുന്ന ഏരിയ ഒക്കെ നല്ല രീതിയിൽ താഴത്തേക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തന്നെയാണ്. ആൻഡ് 500 നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള ഏരിയ ആണ്. ആ ഏരിയയിലാണ് മാർക്കറ്റ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ഇന്നുണ്ടായിട്ടുള്ളത്. ഇന്ന് നോക്കുകയാണെങ്കിൽ ആ 500 ഏരിയ ആണ് ബ്രേക്ക് ചെയ്തു വീണ്ടും സപ്പോർട്ട് എടുത്ത് പോയിട്ടുള്ള രീതിയിലൊരു ഇംബാലൻസ് കാണിക്കുന്ന ഒരു ഏരിയ ആണ് 24,500. ഇപ്പം കറൻ്റ്ലി ഉള്ളത് ഈ ഒരു ഏരിയയിലാണ്. ലെറ്റ്സ് സേ ഇന്നത്തെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലാണ്. എങ്ങനെയാണ് ഈ ഏരിയയിൽ നിന്ന് നാളെ പെർഫോം ചെയ്യുക എന്നുള്ളത് നോക്കുകയാണെങ്കിൽ പ്രോബ്ലി വീണ്ടും താഴത്തേക്ക് വരാനുള്ള റീസൺസും കാര്യങ്ങളാണ് കാണുന്നത്. മെയിൻ റീസൺ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കാം മാർക്കറ്റ്സിൻ്റെ ഓപ്പണിങ്ങും കാര്യങ്ങളും. ന്യൂസ് ബേസ് ആയിട്ട് ഇന്നലത്തെ പോലെ ഒരു ഗ്യാപ്പ് അപ്പ് രീതിയിലുള്ള ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിൽ പോലും ഈ ഒരു താഴത്തേക്കുള്ളൊരു ഏരിയയിലേക്ക് വരാനാണ് മോസ്റ്റ്ലി എക്സ്പെക്റ്റ് ചെയ്യുന്നത്.
കാരണം ഈ ഒരു നമ്മൾ പറഞ്ഞ പോലെ തന്നെ 340 എന്ന രീതിയിലുള്ള സെറ്റിൽമെൻറ്റ് ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റങ്ങളും കാരണങ്ങളും ആണ് ആ ഒരു ലെവൽസിലേക്ക് എത്താനുള്ളൊരു മേജർ ആയിട്ടൊരു ഒരു വ്യൂ നമ്മൾ കണക്കാക്കുന്നത്. സോ അഗെയിൻ ഈ ഒരു ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്ത ഒരു സപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ പ്രോബ്ലി ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അഗെയിൻ ഈ ഒരു ഏരിയ തന്നെ ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇന്നലെയും റിവേഴ്സ് ആയിട്ട് പോയിട്ടുള്ളതാണ് മാർക്കറ്റ്. സോ നമ്മളൊരു ട്രെൻഡിങ് മാർക്കറ്റ്സും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് പോലും തന്നെ നോക്കുകയാണെങ്കിൽ നാളെയും ഒരു ഈ ഏരിയയിൽ നിന്ന് വന്നിട്ട് റീബൗണ്ട് ആവാനുള്ളൊരു ചാൻസും കാര്യങ്ങളൊക്കെയാണ് കണക്കാക്കുന്നത്. കാരണം നമുക്ക് മേജറായിട്ട് പറയാനുള്ളത് സെക്ടേഴ്സിൻ്റെ പെർഫോമൻസും കാര്യങ്ങളാണ്. ഇതാണ് സെക്ടേഴ്സായിട്ട് നോക്കുകയാണെങ്കിൽ മേജറായിട്ട് എടുത്തു പറയേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസും കാര്യങ്ങളാണ്. സോ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട്സും കാര്യങ്ങളും. നമുക്ക് ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഡെയിലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, കാരണം റേറ്റ്സും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുള്ളൊരു ഏരിയ ആണ്. സോ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെയും സെയിം ആസ് ലൈക്ക് ആ ഒരു റെസിസ്റ്റൻസും സപ്പോർട്ട്സും മന്ത്ലി ചാർട്ട് തന്നെ വരച്ച് തുടങ്ങാം. ഗെയിൻ ഗോയിങ് ബാക്ക് ടു പ്രീവിയസ് വീക്ക് ഇതായിരുന്നു ഈ ഒരു വീക്കിൻ്റെത്. സോ എക്സാക്ട്ലി ആ ഒരു വീക്കിൻ്റെ ഹൈ നിന്നാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. സോ ഈ ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ എക്സ്പെക്റ്റിംഗ് ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിലൊരു പ്രഷറും കാര്യങ്ങളൊക്കെ ഇവിടെ സപ്പോർട്ട് ഏരിയയിലുണ്ട്. ബട്ട് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ബെയറിഷ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് മാർക്കറ്റ്സിൽ ബാങ്ക് നിഫ്റ്റി പെർഫോം ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസൊക്കെ ആയിരിക്കും നാളെ ഒരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം മറ്റ് സെക്ടേഴ്സായിട്ട് മേജറായിട്ട് നോക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന സെക്ടേഴ്സായിട്ട് മേജറായിട്ട് കണക്കാക്കുന്നത് നിഫ്റ്റിയുടെ IT ആണ്. സോ ITയിൽ ഉണ്ടായിരിക്കുന്ന മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ് ITയുടെ ചാർട്ട്സും കാര്യങ്ങളൊക്കെ. IT ഓൾമോസ്റ്റ് ഈ ഒരു റെസിസ്റ്റൻസ് എന്തായാലും ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ എക്സ്പെക്റ്റിംഗ് ഒരു സെൽ ഓഫും കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു ഏരിയയിലേക്ക് വീണ്ടും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ITയുടെ ചാർട്ട്സും കാര്യങ്ങളൊക്കെ ഇതാണ്. സോ ITയുടെ ഒരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് റിജക്റ്റ് ആയിട്ടുണ്ട്. സോ IT ഒരു സെൽ ഓഫ് എന്ന രീതിയിലാവാനാണ് ചാൻസ്. കാരണം ITയുടെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള റാലീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതായത് അവരുടെ റിസൾട്ട്സ് എല്ലാം ലാസ്റ്റ് മന്തിൽ അനൗൺസ് ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഇനി ഏതൊരു പർട്ടിക്കുലർ സെക്ടറാണ് ഇനി സെക്ടർ റൊട്ടേഷൻ എന്ന രീതിയിൽ പോകാൻ പോകുന്നത്. ഫസ്റ്റ് ITയുടെ ഒരു സ്ലോയിങ് ഡൗൺ ഒക്കെ നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് പ്രോബ്ലി മെറ്റൽസ് ആണ്. കാരണം മെറ്റൽസിൻ്റെ ചാർട്ട് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് ഒരു റാലിക്കുള്ളൊരു സ്റ്റാർട്ട്സും കാര്യങ്ങളൊക്കെ ഒരു സൂചനയാണ് മെറ്റൽസിൽ ഇപ്പം കറൻ്റ് കാണുന്നത്. മാത്രമല്ല ഗോൾഡും സിൽവറും കോപ്പറും നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി കോപ്പർ നോക്കുകയാണെങ്കിൽ ഇതാണ് കോപ്പറിൻ്റെ ചാർട്ട്. കോപ്പർ ഓൾമോസ്റ്റ് ഒരു ഓൾ ടൈം ഹൈ എന്ന രീതിയിലേക്കുള്ളൊരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. അഗെയിൻ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കോപ്പറിൻ്റെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. സോ കോപ്പറിൽ ഒരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് നമുക്കൊരു ഇൻട്രാഡേ ബേസിസ് എന്ന രീതിയിൽ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിലും മെറ്റൽസ് ആണ് ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ഇന്ന് പെർഫോം ആയിട്ടുള്ളത്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഹിൻ കോപ്പർ ഡെഫിനറ്റ്ലി ആ ഒരു കോപ്പറിൻ്റെ ഒരു ഹൈ ആണ് അതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. പ്രീവിയസ് 7 days നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ITയുടെ മൂവ്മെൻറ്റ്സ് ആണ്. ഓൾമോസ്റ്റ് ITയുടെ ഒരു റാലിയൊക്കെ എൻഡ് ആവാനുള്ളൊരു ചാൻസും കാര്യങ്ങളുണ്ട്. പിന്നെ വരാൻ പോകുന്നത് മെറ്റൽസിൻ്റെ ഒരു റാലി ആവാനാണ് പ്രോബിളായിട്ട് കാണാനുള്ളത്. കാരണം ആ ഒരു ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ എന്ന രീതിയിലേക്കാണ് മെറ്റൽസിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും. ആൻഡ് ഡെഫിനറ്റ്ലി ഈ ഒരു വീക്കിൽ തന്നെ ഓട്ടോമൊബൈൽ നല്ല രീതിയിൽ മൂവ്മെൻറ്റ്സ് കാണിച്ചിട്ടുണ്ട്. സോ നിഫ്റ്റിയെ ഇനി ബുള്ളിഷ് ആയിട്ട് രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സെക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ ആൻഡ് മെറ്റൽസും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ആൻഡ് ഫാർമ ഒരു ചെറിയ ഡിപ്പിലാണെങ്കിൽ പോലും ബട്ട് ഹോപ്പ്ഫുള്ളി ആ ഒരു രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഫാർമയിലും കാണാം. സോ ബെയറിഷ് ആയിരിക്കില്ല നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും. കാരണം ഈ സ്റ്റോക്സും ഈ സെക്ടേഴ്സിൻ്റെ പെർഫോമൻസ് എല്ലാം നല്ല രീതിയിൽ നിഫ്റ്റിയെ പിടിച്ചു നിർത്താനുള്ളൊരു കേപ്പബിലിറ്റീസും കാര്യങ്ങളുണ്ട്. നെഗറ്റീവായിട്ട് വരുന്ന സെക്ടേഴ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ബാങ്ക് നിഫ്റ്റിയും ITയുടെ പെർഫോമൻസും കാര്യങ്ങളാണ്. സോ ഈ രണ്ട് സെക്ടേഴ്സ് നെഗറ്റീവായിട്ടുള്ളത് ത്തോളം കാലം നമുക്കൊരു ഈ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ്സും കാര്യങ്ങളും, അതിൽ എസ്പെഷ്യലി ബാങ്ക്സിൻ്റെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഹെവി വെയിറ്റ് ആയിട്ടുള്ള HDFC ബാങ്ക്സും കാര്യങ്ങളൊക്കെ ഒരു പോർ റിസൾട്ട്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതാണ് നിഫ്റ്റിയെ ഏറ്റവും കൂടുതൽ ബാധിക്കാമെന്ന് പറയാം. ബട്ട് സ്റ്റിൽ 24,000 എന്ന ഹ്യൂജ് സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുള്ള രീതിയിലാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ മൂവിങ് ഓൺ, നമുക്ക് നമ്മുടെ ലെവൽസിലേക്ക് തന്നെ വീണ്ടും വരാം. ലാസ്റ്റ്ലി ഈ ഒരു ഏരിയയിലേക്കാണെങ്കിൽ പോലും അഗെയിൻ നമ്മുടെ ക്ലോസിംഗ് പ്രൈസും കാര്യങ്ങളൊന്നും ഇപ്പം ക്ലാരിറ്റി ഇല്ല. ബട്ട് സ്റ്റിൽ നമുക്കുള്ള ലെവൽസ് വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്ത് പോവാം. ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ ഫൈൻ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും അപ്പ് പോകാനുള്ള പ്രോബിലിറ്റീസും കാര്യങ്ങളാണ്. ഇൻ കേസ് ഒരു ഫോളും കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സെക്ടേഴ്സിൻ്റെ പോർ പെർഫോമൻസ് ആയിരിക്കും. അതായത് മെറ്റൽസും ഫാമയും ഓട്ടോമൊബൈൽസും കാര്യങ്ങളൊക്കെ പോറായിട്ട് പെർഫോം ചെയ്യാൻ മാത്രമാണെങ്കിൽ ഈ ഒരു ബെയറിഷ് വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനുള്ളൂ. അതർവൈസ് നിഫ്റ്റിയെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ളൊരു കേപ്പബിലിറ്റീസ് എല്ലാം ഈ ഒരു 3 സെക്ടറിനുണ്ട്. സോ ഇതാണ് നമ്മുടെ ജസ്റ്റ് സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ അനാലിസിസും കാര്യങ്ങളും എങ്ങനെയാണ് നിഫ്റ്റിയെ ഇനി മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ നോക്കുകയാണെങ്കിൽ ഈ ഒരു 3 സെക്ടേഴ്സാണ് മോസ്റ്റ്ലി
കേപ്പബിൾ ആയിട്ടുള്ളത്. മറ്റ് 2 സെക്ടേഴ്സാണ് ബാങ്ക് നിഫ്റ്റിയും ഐ-ടിയും. ആൻഡ് അതൊരു ബെയറിഷ് ആയിട്ടുള്ള സിനാരിയോയിലൂടെയാണ് ഇപ്പം കറൻ്റ് മൂവ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ എങ്ങനെയാണ് നാളെ അല്ലെങ്കിൽ വരും വീക്സിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യണം നമുക്ക് നോക്കാം. So do share your thoughts on the comments. Thanks for watching. Signing off from Stock Market Kerala.